നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. മലയാള സിനിമ ഇതുവരെ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ യുവനടി ആക്രമണത്തിന് ഇരയായത് മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകളും അഭിപ്രായങ്ങളും പ്രതിസന്ധിയിലാക്കുന്നത് സിനിമാ വ്യവസായത്തെ മുഴുവനാണ്. അതിന്റെ ആദ്യത്തെ പ്രഹരമേൽക്കാൻ പോകുന്നത് ദിലീപ് നായകനായി എത്തുന്ന പുതിയ ചിത്രം രാമലീലയ്ക്കാണ്. പുലിമുരുകൻ എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ദിലീപിനെ നായകനാക്കി ടോമിച്ചൻ മുളകുപാട് നിർമ്മിക്കുന്ന രാമലീല പതിവ് ദിലീപ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ബജറ്റിലുള്ള ചിത്രമാണ്. പ്രമേയപരമായും ചിത്രം വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. നിലവിൽ ദിലീപ് നേരിടുന്ന പ്രതിസന്ധികൾ ചിത്രത്തെ ബാധിക്കുമോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. ഇത് ആരെയൊക്കെ ബാധിക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പുതുമുഖ സംവിധായകന്റെ സ്വപ്നമാണ് ജൂലൈ 21 തിയേറ്ററിലേക്ക് എത്തുന്നത്. 4 വർഷത്തെ തന്റെ അധ്വാനമാണ് ഈ സിനിമയെന്ന് സംവിധായകൻ അരുൺ ഗോപി അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. ആ സ്വപ്നമാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. പ്രതിസന്ധിയുടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രേക്ഷകർ കൈവിടില്ല എന്ന പ്രതീക്ഷയിലാണ് സംവിധായകൻ. ചിത്രം അതിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി ജൂലൈ 21 തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതും അതേ വിശ്വാസത്തിലാണ്. ജൂലൈ 7 രാമലീല തിയേറ്ററിൽ എത്തുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് റിലീസ് 2 ആഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. അതിന് കാരണമായി പലരും പറഞ്ഞത് ദിലീപിന് നേരെയുള്ള അന്വേഷണവും ആരോപണവുമായിരുന്നു. എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ തീരാത്തതാണ് റിലീസ് മാറ്റാൻ കാരണമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. രാമലീലയുടെ നിർമ്മാണവും വിതരണവും നിർവഹിക്കുന്ന ടോമിച്ചൻ മുളകുപാടത്തെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നേരിടാവുന്ന അവസ്ഥയാണിത്. മുൻകൂട്ടി തീരുമാനിച്ച ഡേറ്റിൽ സിനിമ റിലീസ് ചെയ്തില്ലെങ്കിൽ ബുക്ക് ചെയ്ത തിയേറ്ററുകൾ നഷ്ടമാകും. പിന്നീട് റിലീസ് ചെയ്താൽ ഇതേ തിയേറ്ററിൽ ലഭിക്കണമെന്നുമില്ല. എന്നാൽ വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ് ഇതിനെ അതിജീവിക്കാൻ ടോമിച്ചൻ മുളകുപാടം നടത്തിയിരിക്കുന്നത്. രാമലീല ജൂലൈ 7 റിലീസ് ചെയ്തില്ലെങ്കിലും ഇതേ തിയേറ്ററിൽ അന്നേ ദിവസം പുലിമുരുകൻ 3D റിലീസ് ചെയ്യും. പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം ഇതേ തിയേറ്ററുകളിൽ രാമലീല തിരികെ എത്തും. നിലവിൽ ദിലീപിന് നേരെയുള്ള ആരോപണങ്ങളും കേസും ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചാൽ 2 ആഴ്ചയെങ്കിലും റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ ഈ ചിത്രത്തെ നിലനിർത്താൻ ടോമിച്ചൻ മുളകുപാടത്തിന് സാധിക്കും. കാരണം ആഗസ്റ്റ് ആദ്യവാരം തിയേറ്ററിലെത്തുന്ന അജിത് ചിത്രം വിവേകം വിതരണത്തിനെടുത്തിരിക്കുന്നതും ഇദ്ദേഹമാണ്. പുലിമുരുകനും വിവേകവും ചേർന്ന് രാമലീലയുടെ നഷ്ടം നികത്തുമോ എന്നതാണ് പ്രധാന കാര്യം. വിവേകം റെക്കോർഡ് തുകയ്ക്കാൻ ടോമിച്ചൻ മുളകുപാടം സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടത്തെ അതിജീവിക്കാൻ ഈ നീക്കത്തിന് സാധിക്കില്ലെങ്കിലും നഷ്ടത്തിന്റെ തോത് കുറയ്ക്കാനാകും. സിനിമ ഒരു വ്യക്തിയുടേതല്ല, കൂട്ടായ്മയുടേതാണ്. അവിടെ ഒട്ടേറെ ആളുകളുടെ സ്വപ്നങ്ങളുണ്ട്. ഒരു സിനിമ മികച്ചതായിരുന്നിട്ടും പരാജയം ഏറ്റുവാങ്ങിയാൽ പരുക്കേൽക്കുന്നത് ഈ സ്വപ്നങ്ങൾക്കാണ്. അതിൽ സംവിധായകൻ, നിർമ്മാതാവ്, രചയിതാവ്, ക്യാമറമാൻ തുടങ്ങി ഒട്ടേറെ പേരുണ്ട്. എല്ലാ നഷ്ടങ്ങളും വലിയ പ്രഹരങ്ങൾ തന്നെയാണ്. ദിലീപിന്റെ കരിയറിലെ ഒടുവിലെ ഹിറ്റ് ഷാഫി ചിത്രം 2 കൺട്രീസ് ആയിരുന്നു. അതിനു പിന്നാലെ തിയേറ്ററിലെത്തിയ ചിത്രങ്ങളെല്ലാം പരാജയം ഏറ്റുവാങ്ങിയ ചിത്രങ്ങളായിരുന്നു. ഇവയുടെ പ്രമേയത്തിൽ അവതരണത്തിൽ നിന്നും ഏറെ വ്യത്യസ്ത പുലർത്തുന്ന രാമലീല അണിയറ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.